പ്രിയ സുഹൃത്തുക്കളെ, ഒരു ദിവസം കൂടെ നമുക്ക് ദൈവം തന്നിരിക്കുന്നു. പവർവിഷനിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ദിവസമായി ഇന്ന് തീരട്ടെ. നല്ല വാർത്തകൾ, ജീവിതത്തിൽ എന്നും ഓർക്കാവുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളുള്ള ദിവസമായി തീരട്ടെ. നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയും കരവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഈ എളിയവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നമ്മളൊരു വചനം വായിക്കുന്നു. 18-ാം സങ്കീർത്തനത്തിൻ്റെ 36-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ കാലടി വയ്ക്കേണ്ടതിന് ദൈവമേ അങ്ങ് വിശാലത വരുത്തി, എൻ്റെ നരിയാണികൾ വഴുതിപ്പോയതുമില്ല. ഇതിന് രാജവീഥി എന്നാണ് ആധുനിക വിവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് എൻ്റെ കാലടികൾക്കായി രാജവീഥി ഒരുക്കിയിരിക്കുന്നു. അതിനാൽ എൻ്റെ കണങ്കാലുകൾ വഴുതുന്നതുമില്ല. ഈ കാല് വഴുതുന്നതിൻ്റെ കാരണം കാലിൻ്റെ മാത്രം കുഴപ്പമല്ല, റോഡിൻ്റെയും കൂടെ കുഴപ്പമാണ്. അപ്പം എൻ്റെ കാല് വഴുതാതിരിക്കാൻ എൻ്റെ ദൈവം എനിക്ക് രാജവീഥി ഒരുക്കുന്നു. എന്താ രാജവീഥിയുടെ പ്രത്യേകത? രാജാവ് എഴുന്നള്ളുന്ന പാത മുൻകൂട്ടി പരിശോധിക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു നിര തന്നെയുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിൽ പോലും പ്രധാനമന്ത്രിയോ ആ ലെവലിൽപ്പെട്ടവരോ ക്യാബിനറ്റ് റാങ്കിലുള്ളവരൊക്കെ വരുമ്പം അതിന് മുൻപേ ഉദ്യോഗസ്ഥർ വരുന്നില്ലേ? അതിനങ്ങളൊക്കെ ഒത്തിരി സുരക്ഷിത സന്നാഹങ്ങളാണ് രാജാവ് വരുമ്പോൾ ഒരുക്കുന്നത്. പ്രത്യേകാല അലങ്കരിക്കുകയും കൂടെ ചെയ്യും. അതുപോലെയാണ് ദാവീദ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. എൻ്റെ കാല് വയ്ക്കാൻ എൻ്റെ ദൈവം എനിക്ക് രാജവീഥി ഒരുക്കുന്നു. ഇതെനിക്ക് അനുഭവമുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒത്തിരി രാജ്യങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ദൈവം നേരിട്ട് ഒരു രാജാവിനെ പോലെ നടത്തിയ അനുഭവങ്ങൾ എനിക്ക് ധാരാളമുണ്ട്. എല്ലാം പറയേണ്ട കാര്യമില്ലല്ലോ. അവിടുന്ന് എൻ്റെ കാലടികൾക്കായി രാജവീഥി ഒരുക്കിയിരിക്കുന്നു. അതിനാൽ എൻ്റെ കണങ്കാലുകൾ വഴുതിപ്പോയില്ല. You give me a wide path to walk on, so that I don't twist my ankles. മറ്റൊരു വചനത്തിൽ നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല എന്ന് വായിച്ചിട്ടില്ലേ? ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നവനാണ്, വഴി ഒരുക്കുന്നവനാണ്, വഴി അലങ്കരിക്കുന്നവനാണ്. എന്തിനു വേണ്ടിയെന്നറിയാമോ? നീ എത്ര ബലഹീനനാണെങ്കിലും, എത്ര പ്രായമുണ്ടെങ്കിലും നീ വഴുതി വീഴാതിരിക്കാനാണ്. ഇതൊരു ഫിസിക്കൽ കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ വഴുതിപ്പോകാതിരിക്കാനാണ്. പാട്ട് ഓർമ്മ വരുന്നുണ്ടോ? വഴുതിടാതവൻ എന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൻ സവിധത്തിൽ നാഥൻ. കളങ്കമറ്റാനന്ദ പൂർണതയോടെ ഭവിക്കട്ടെ മഹത്വമിങ്ങവനെന്നുമാമേൻ. കാണുന്നു ഞാൻ യാഹിൽ. കണ്ടോ? ഇങ്ങനെ നമ്മളെ വീഴാതെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.